ഇന്നിപ്പോൾ ഈ മരിച്ചവരുടെ വീടുകളിലൊക്കെ ഈ മന്ത്രിമാരൊക്കെ പോയതല്ലേ? അവർക്കറിയാവുന്നല്ലേ ഏതിലൂടെയാണ് കടന്നു പോയത്. ആ ചുറ്റുപാടും ഒന്ന് ആലോചിച്ചു. ഫയർഫോഴ്സിന് പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഇടവഴിയിലൂടെ കടന്നു വേണം ഇത് അതായത് ഒരു തരത്തിലും നിയമം പാലിക്കാതെയാണ് ഇവിടെ ഈ പരിപാടികൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനാരാണ് ഉത്തരവാദി? ആ ഉത്തരവാദികൾക്ക് ശിക്ഷ ലഭിക്കുമോ? അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഒരു പ്രാഥമികമായ പ്രതികരണം പോലും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ശക്തമായി പ്രതികരിക്കുന്ന വളരെ കുറച്ച് പേരുണ്ട്. അവർ ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെ എന്താ പറയാ ന്യൂനപക്ഷമാണ് ആ പ്രതികരണം എന്നുള്ളതുകൊണ്ട്, അപ്പുറത്ത് പൂരപ്രേമികളാണ് ഭൂരിപക്ഷത്ത് എന്നുള്ളതുകൊണ്ട്, അതുമായി മുന്നോട്ട് പോകുക എന്ന നിലപാടിലേക്ക് വരികയാണ്. ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഡൈല്യൂട്ട് ചെയ്യേണ്ടി തന്നെ വരും. അത് ആചാരങ്ങളായാലും ഈ പറയുന്ന ആഘോഷങ്ങളായാലും എല്ലാത്തിനും ഉപരി മനുഷ്യത്വമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലേക്ക് എത്തുകയോ എന്നുള്ളത് കോടതി വിധിയുടെ പ്രകാരമായിട്ട് സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് പറയുന്നത്. സുപ്രീം കോടതി ഈ ശബ്ദം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് നടത്തിക്കോളൂ എന്ന് പറയും. സുപ്രീം കോടതി ആയാലും ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ല നിലപാടെടുക്കുക. അപ്പോൾ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു കുഴപ്പവുമില്ല നടത്തേണ്ടതുണ്ട് എന്ന രൂപത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനാവുന്നില്ല. എന്തായാലും ശ്രീനാരായണ ഗുരു പറഞ്ഞത് തന്നെയാണ് കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന ആലോചനയിലേക്ക് ഈ നാട് പോകേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. പലയിടത്തായി പല ഉത്സവങ്ങളിലായി ആന ഇടയുന്നു എന്നുള്ള വാർത്ത കൂടി നമ്മൾ ഈ ദിവസങ്ങളിൽ വായിക്കുന്നുണ്ട്. കനത്ത ചൂടാണ്. ചൂട് മാത്രമല്ല ഈ സ്ഫോടനത്തിന് കാരണമെന്നുള്ളത് നമുക്ക് വളരെ പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ചൂടും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന സ്ത്രീകൾ പറയുന്നുണ്ട് അവർക്ക് സൂര്യാതപം ഏറ്റത് അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ കനത്ത ചൂടിലാണ് ഒരു കയ്യുറ പോലുമില്ലാതെ ഒരു മാസ്ക് പോലുമില്ലാതെ ഇത്രയും വിഷം ഉള്ള ഒരു സാധനങ്ങൾ ഈ പാവപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് പരിശോധിക്കേണ്ടത്? ആ പ്രാഥമിക പരിശോധന നടത്താതെ എങ്ങനെയാണ് ഈ വട്ടമിട്ട് ഇരുന്നു കൊണ്ട് ഇവർ എന്ത് യോഗം എന്ത് തീരുമാനമാണ് എടുത്തതെന്നുള്ളതാണ് അറിയേണ്ടത്.